السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. ബഹുമാന്യരായ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം കേൾക്കുക എന്നത് ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മനോഹരമായ അനുഭവങ്ങളിലൊന്നാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം എന്നാൽ ഏറ്റവും മനോഹരമായ ചരിത്രമാണ്. കാരണം അവിടുന്ന് അഫ്ദലുൽ ഖൽഖാണ്, അക്രമുൽ ഖൽഖ്, സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠരായവർ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വ ഇന്നക ലഅലാ ഖുലുഖിൻ അദീം. അള്ളാഹുവിൻ്റെ റസൂൽ അങ്ങ് ഏറ്റവും മഹത്തരമായ സ്വഭാവത്തിൻ്റെ, ഏറ്റവും മഹത്തരമായ ദീനിൻ്റെ ഉടമയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. ലോകർക്കെല്ലാം കാരുണ്യമായി കൊണ്ടല്ലാതെ അള്ളാഹുവിൻ്റെ റസൂൽ അങ്ങേ നാം നിയോഗിച്ചിട്ടില്ല. ഇത്ര വലിയ ശ്രേഷ്ഠതയാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുക എന്നത് അവിടുത്തെ ഉമ്മത്തിൽ ജനിച്ചു വീണ ഇസ്ലാമിനും ഈമാനിനും ഹൃദയത്തിൽ സ്ഥാനമുള്ള ഏതൊരാൾക്കും അങ്ങേയറ്റം സന്തോഷം സമ്മാനിക്കുന്ന, അവൻ്റെ മനസ്സിൽ അനേകം വികാരങ്ങൾ മാറി മാറി വരാൻ കാരണമാകുന്ന വലിയ നന്മകളിലൊന്നാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം എന്നാൽ അതിൽ എല്ലാ വിജ്ഞാനവുമുണ്ട്, എല്ലാ അറിവുകളുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുന്നത് അവിടുത്തെ സ്നേഹിക്കാൻ, കൂടുതൽ കൂടുതൽ ഇഷ്ടപ്പെടാൻ, മനസ്സിൽ അവിടുത്തോട് കൂടുതൽ കൂടുതൽ സ്നേഹമുണ്ടാകാനുള്ള വലിയ കാരണങ്ങളിലൊന്നാണ്. മുൻപുള്ള ദർസുകളിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം അതിലെ ചില ഭാഗങ്ങൾ നമ്മൾ വിശദീകരിച്ച് കഴിഞ്ഞിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം മുതൽ അവിടുത്തെ ചെറിയ പ്രായം, കൗമാരപ്രായം, വിവാഹം, യുവത്വ കാലഘട്ടം, മക്കയിൽ അവിടുന്ന് ജീവിച്ച സന്ദർഭങ്ങൾ, കച്ചവടത്തിനു വേണ്ടി ഷാമിലേക്ക് യാത്രയായത്, നുബുവത്തിന് തൊട്ടു മുൻപുള്ള സംഭവങ്ങൾ, നുബുവത്ത് പ്രവാചകത്വം ലഭിക്കുന്ന സന്ദർഭം, ഹിറാ ഗുഹയിൽ നടന്ന കാര്യങ്ങൾ, രഹസ്യ പ്രബോധനത്തിൻ്റെ കാലഘട്ടം, ആദ്യമായി ഇസ്ലാം സ്വീകരിച്ച ആളുകൾ, പിന്നീട് പരസ്യ പ്രബോധനം ആരംഭിച്ചത്, സഹാബികൾ അനുഭവിച്ച പ്രയാസങ്ങൾ, പീഡനങ്ങൾ, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരിൽ ചിലർ അബിസീനിയയിലേക്ക് ഹിജ്റ പോയത്, അവർ തിരിച്ചു വന്നത്, രണ്ടാമതൊരു ഹിജ്റ പോയത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ ശത്രുക്കൾ, മുശ്രിക്കീങ്ങൾ ഉയർത്തിവിട്ട എതിർപ്പുകൾ, ബഹിഷ്കരണങ്ങൾ, പീഡനങ്ങൾ, പരീക്ഷണങ്ങൾ, അതുപോലെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ വലിയ സ്വാധീനമുണ്ടായിരുന്ന രണ്ടാളുകൾ. ഒന്ന് അവിടുത്തെ പിതൃ സഹോദരനായ അബൂ താലിബ്, രണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നിയായ ഖദീജ റളിയല്ലാഹു അൻഹ. ഈ രണ്ടാളുകളുടെ മരണം. ഇങ്ങനെ അവിടുത്തെ ചരിത്രവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഈ ദർസുകളിൽ മുൻപ് വിശദീകരിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. ഈ കഴിഞ്ഞുപോയ ദർസുകൾ ആരെങ്കിലും കേൾക്കാത്തവരുണ്ട് എങ്കിൽ അത് കേൾക്കണം, പഠിക്കാൻ ശ്രമിക്കണം എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി അതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ ഇൻഷാ അല്ലാഹ് ഓരോ ദിവസങ്ങളിലായി വിശദീകരിക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് ഏതൊരു നന്മയും ആരംഭിക്കാനും അത് തുടർന്നു പോകാനും അത് ഏറ്റവും നല്ല രൂപത്തിൽ അവസാനിപ്പിക്കാനും എല്ലാം തൗഫീഖ് നൽകുന്നവൻ. അള്ളാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതത്തിൽ ഏറ്റവും അവിടുത്തോട് അടുത്തു നിന്നിരുന്ന രണ്ടാളുകൾ, അവിടുത്തെ സഹായിച്ചിരുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തോട് കുടുംബ ബന്ധമുണ്ടായിരുന്ന അടുപ്പമുള്ള രണ്ടാളുകൾ അടുത്തടുത്ത ഇടവേളകളിലായി മരണപ്പെട്ടു. അബൂ താലിബും അതുപോലെ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിയായ ഖദീജ റളിയല്ലാഹു അൻഹയുമാണത്. ഈ രണ്ടു മരണങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തേക്കെതിരെയുള്ള മുശ്രിക്കീങ്ങളുടെ ആക്ഷേപങ്ങൾ, എതിർപ്പുകൾ, പീഡനങ്ങൾ കൂടുതൽ വർദ്ധിക്കാനുള്ള കാരണമായി. അബൂ താലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സംരക്ഷണമേകിക്കൊണ്ട് മക്കയിൽ മുശ്രിക്കുകൾക്ക് മുന്നിൽ എഴുന്നേറ്റു നിന്ന അവരിലെ നേതാക്കന്മാരിൽ ഒരാളായിരുന്നു. ഖദീജ റളിയല്ലാഹു അൻഹയാകട്ടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു പ്രയാസം അനുഭവിച്ച് വീട്ടിലേക്ക് വിഷമത്തോടുകൂടി തിരിച്ചു വന്നാലും അവിടുത്തെ മനസ്സിന് സ്വാന്തനം പകരുകയും ആശ്വാസം പകരുകയും അവിടുത്തെ ആശ്വസിപ്പിക്കുകയും അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറെ പിന്തുണക്കുകയും ചെയ്ത അവിടുത്തെ വീട്ടിൽ അവിടത്തേക്ക് ലഭിച്ച വലിയ ആശ്വാസമായിരുന്നു ഖദീജ റളിയല്ലാഹു അൻഹ. ഈ രണ്ടാളുകളും മരണപ്പെട്ടതോടുകൂടി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന കാലഘട്ടം, അവിടുന്ന് നടത്തുന്ന പരിശ്രമങ്ങൾ, അതിനെതിരെയുള്ള എതിർപ്പുകൾ കൂടുതൽ വർദ്ധിക്കാൻ തുടങ്ങി. ആ പരീക്ഷണങ്ങളുടെ കാഠിന്യം മനസ്സിലാകണമെങ്കിൽ വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമാധാനിപ്പിച്ചുകൊണ്ട് അള്ളാഹു അവതരിപ്പിച്ച അനേകം വചനങ്ങൾ വായിച്ചാൽ മതി. ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമാധാനപ്പെടുത്തുന്നത് കാണാം. സൂറത്തു അൽ അൻആമിൽ അള്ളാഹു പറയുന്നു, വലഖദ് കുദ്ദിബത് റസുലുൻ മിൻ ഖബ്ലിക് ഫസബറു അലാ മാ കുദ്ദിബു. അള്ളാഹുവിൻ്റെ റസൂലെ, അങ്ങേക്ക് മുൻപുള്ള അനേകം റസൂലുകൾ അവർ കളവാക്കപ്പെട്ടിട്ടുണ്ട്. വസബറു അലാ മാ കുദ്ദിബു, അവർക്ക് നേരിടേണ്ടി വന്ന നിഷേധങ്ങളിൽ അവർ ക്ഷമ കൊണ്ടിട്ടുണ്ട്, കൈക്കൊണ്ടിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ മനസ്സിന് ആശ്വാസം പകരുന്ന കാര്യങ്ങളിലൊന്നാണ് ഈ പരീക്ഷണങ്ങൾ എന്നെപ്പോലെ മറ്റുള്ളവർ നേരിട്ടിട്ടുണ്ട് എന്ന തിരിച്ചറിവ്. അത് പരീക്ഷണത്തിൻ്റെ കാഠിന്യം ഒരു പരിധിവരെ കുറക്കാൻ സഹായകമാണ്. നിനക്ക് മാത്രമല്ല ഇവനിങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിനക്ക് മുൻപ് ഇന്ന ആളുകൾ ഇതിനേക്കാൾ അനുഭവിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ മനസ്സ് പിടിച്ചു നിർത്താൻ അത് സഹായകമാണ്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വഊദു, അവർ ഉപദ്രവിക്കപ്പെട്ടിട്ടുണ്ട്, ഹത്ത അതാഹും നസ്റുന, അവസാനം അവർക്ക് നമ്മുടെ സഹായം വന്നെത്തിയിട്ടുണ്ട്. വലാ മുബദ്ദില ലി കലിമാത്തില്ലാഹ്, അള്ളാഹുവിൻ്റെ വചനങ്ങൾക്ക് യാതൊരു മാറ്റവും ഉണ്ടാവുകയില്ല. അവരെ നാം സഹായിച്ചതുപോലെ അള്ളാഹുവിൻ്റെ റസൂൽ അങ്ങേയും നാം സഹായിക്കുന്നതാണ്. അവരെ സഹായിക്കുമെന്നത് നമ്മുടെ നടപടിക്രമമായിരുന്നു എങ്കിൽ അങ്ങയെയും നമ്മൾ സഹായിക്കുന്നതാണ്. വലഖദ് ജാഅക മിൻ നബഇൽ മുർസലീൻ, അള്ളാഹുവിൻ്റെ റസൂലെ, മുർസലീങ്ങളുടെ, നബിമാരുടെ, പ്രവാചകന്മാരുടെ ചരിത്രം അങ്ങേക്ക് വന്നെത്തിയിട്ടുണ്ടല്ലോ. നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ റസൂലിനെ ആശ്വസിപ്പിക്കുകയാണ് ഈ ആയത്തുകളിലൂടെ. സൂറത്തുൽ അൻആമിൽ അള്ളാഹു പറയുന്നു, അതിലെ 10-ാമത്തെ വചനം, നേരത്തെ പറഞ്ഞത് 34-ാമത്തെ വചനമാണ്. അള്ളാഹു പറയുന്നു, വലഖദ് ഇസ്തുഹ്സിഅ ബിറുസുലിൻ മിൻ ഖബ്ലിക ഫഹാഖ ബില്ലദീന സഖിറൂ മിൻഹും മാ കാനൂ ബിഹി യസ്തഹ്സിഊൻ. അള്ളാഹുവിൻ്റെ റസൂലെ, താങ്കൾക്ക് മുൻപ് പ്രവാചകന്മാർ, റസൂലുകൾ പരിഹസിക്കപ്പെട്ടിട്ടുണ്ട്. ഫഹാഖ ബില്ലദീന സഖിറൂ മിൻഹും മാ കാനൂ ബിഹി യസ്തഹ്സിഊൻ. എന്നാൽ അവസാനം ഉണ്ടായത് എന്താണ്? ആ കളിയാക്കിയ ആളുകൾ, പരിഹസിച്ചവർ, അവരെന്തിനെയാണോ പരിഹസിച്ചത് അത് അവരെ പിടികൂടുകയുണ്ടായി. എന്തിനാണ് അവർ പരിഹസിച്ചത്? അള്ളാഹുവിൻ്റെ ശിക്ഷയാണ് പരിഹസിച്ചത്. ആ ശിക്ഷ അവരെ പിടികൂടുകയുണ്ടായി. അതുകൊണ്ട് നബിയെ, പരിഹസിക്കുന്നവരെക്കുറിച്ച് ഓർത്തുകൊണ്ട് താങ്കൾ വ്യസനിക്കേണ്ടതില്ല. അവരുടെ പരിഹാസത്തിനുള്ള ഫലം അവർക്ക് ലഭിക്കുന്നതാണ്. സൂറത്തു ശുഅറായിൽ അള്ളാഹു പറയുന്നു, ത്വാസീൻ മീം തിൽക ആയാതുൽ കിതാബിൽ മുബീൻ. സൂറത്തു ശുഅറാ ആരംഭിക്കുന്നത് ത്വാസീൻ മീം എന്ന വചനങ്ങൾ കൊണ്ടാണ്. തിൽക ആയാതുൽ കിതാബിൽ മുബീൻ, വ്യക്തമായ വേദഗ്രന്ഥത്തിലെ വചനങ്ങളാണിവ. ലഅല്ലക ബാഖിഉൻ നഫ്സക അല്ലാ യകൂനു മുഅ്മിനീൻ.
അവർ മുഅ്മിനീങ്ങളാകാത്തതിൻ്റെ പേരിൽ അങ്ങ് അള്ളാഹുവിൻ്റെ റസൂലെ മനസ്സ് വേദനിച്ചേക്കാം, അങ്ങേക്ക് വലിയ പ്രയാസവും വ്യസനവും ഉണ്ടായേക്കാം, അങ്ങയുടെ സ്വന്തത്തെ അങ്ങ് ഉപദ്രവിച്ചേക്കാം, ബുദ്ധിമുട്ടിലാക്കിയേക്കാം. ഇൻ നശഅ നുനസ്സിൽ അലൈഹിം മിനസ് സമാഇ ആയതൻ ഫളല്ലത് അഅനാഖുഹും ലഹാ ഖാദിഈൻ. നാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ആകാശത്തു നിന്ന് നാം ഒരു ദൃഷ്ടാന്തം അവതരിപ്പിക്കുമായിരുന്നു. അവരുടെ കഴുത്തുകൾ അതിന് കീഴൊതുങ്ങുന്ന രൂപത്തിൽ, അവർക്ക് നിഷേധിക്കാൻ കഴിയാത്ത രൂപത്തിൽ, അവരെല്ലാം വിശ്വസിക്കുന്ന രൂപത്തിൽ ആയത്ത് അവതരിപ്പിക്കാൻ, ദൃഷ്ടാന്തം സാധിക്കുമായിരുന്നു. പക്ഷെ അങ്ങനെ അവതരിപ്പിക്കാൻ നാം ഉദ്ദേശിച്ചിട്ടില്ല. ചിലപ്പോൾ ആളുകൾ ചോദിക്കും, ജനങ്ങൾക്ക് ഒരു സംശയത്തിനും ഇട നൽകാത്ത വിധം വ്യക്തമായ കണ്ണിൽ കാണാവുന്നൊരു തെളിവ് ലഭിച്ചാൽ എന്താണ്? അങ്ങനെ തീർത്തും വ്യക്തമായ, ഇനിയൊരു അവ്യക്തതയും ബാക്കി നിൽക്കാത്ത വണ്ണം നേർക്ക് നേരെ ഒരാൾക്ക് അള്ളാഹുവിനെ കാണിച്ചു കൊടുക്കുക എന്നതോ, അല്ലെങ്കിൽ മലക്കുകളെ നേരെ കാണിച്ചു കൊടുക്കുക എന്നുള്ളതോ, പരലോകം കാണിച്ചു കൊടുക്കുക എന്നുള്ളതോ, സ്വർഗനരകങ്ങൾ കാണിച്ചു കൊടുക്കുക എന്നതോ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ പരീക്ഷണം എന്നതിന് യാതൊരു അർത്ഥവുമില്ല. അള്ളാഹു നമ്മോട് പഠിച്ചത് എന്തിനാണ്? പരീക്ഷിക്കാൻ വേണ്ടിയാണ്. എന്താണ് പരീക്ഷണം? അള്ളാഹു സുബ്ഹാനഹു തആല അയച്ച അവൻ്റെ റസൂലുകളെ നമ്മൾ വിശ്വസിക്കുമോ എന്നതാണ് പരീക്ഷണം. അതുകൊണ്ടാണ് സൂറത്തുൽ ബഖറയിൽ ആദ്യത്തിൽ എന്താണ് പറഞ്ഞത്? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. അവർ ഗൈബിൽ വിശ്വസിക്കുന്നവരാണ്. എന്താ ഗൈബ് എന്ന് പറഞ്ഞാൽ? മനുഷ്യർക്ക് അവൻ്റെ കണ്ണുകൊണ്ടോ കാതുകൊണ്ടോ അവൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടോ അനുഭവിച്ചറിയാൻ കഴിയാത്ത, അള്ളാഹു അറിയിച്ച് തന്ന കാര്യങ്ങൾ, അദൃശ്യമായ കാര്യങ്ങൾ, അതിനാണ് ഗൈബ് എന്ന് പറയുന്നത്. അതിൽ വിശ്വസിക്കുന്നവരാണ് മുഅ്മിനീങ്ങൾ. എങ്ങനെ അതിൽ വിശ്വസിക്കുന്നത്? അള്ളാഹു പറഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ വിശ്വസിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് വിശ്വസിച്ചു. അതിനാണ് ഗൈബിൽ വിശ്വസിക്കുക എന്ന് പറയാം. ആ പരീക്ഷണം നടപ്പിലാകണമെങ്കിൽ എല്ലാവർക്കും വിശ്വസിക്കാൻ തക്കവണ്ണത്തിലുള്ള തെളിവ് നേരെ ഒരേ രൂപത്തിൽ ഒരു നിഷേധത്തിനും വകയില്ലാത്ത വിധം കാണിച്ചു കൊടുക്കുക, അത് പരീക്ഷണം എന്ന് പറയാൻ കഴിയുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ സൂറത്ത് റൂമിൽ പറയുന്നു, വലഖദ് അർസൽനാ മിൻ ഖബ്ലിക റുസുലൻ ഇലാ ഖൗമിഹിം ഫജാഊഹും ബിൽ ബയ്യിനാത്ത്. അള്ളാഹുവിൻ്റെ റസൂൽ അങ്ങേക്ക് മുൻപ് നാം റസൂലുകളെ പറഞ്ഞയച്ചിട്ടുണ്ട്. ഫജാഊഹും ബിൽ ബയ്യിനാത്ത്, അവർ വ്യക്തമായ തെളിവുകളുമായി ചെന്നെത്തി. ഫൻതഖംനാ മിനല്ലദീന അജ്റമു, എന്നാൽ അന്ന് ധിക്കാരം പ്രവർത്തിച്ചവർ, അവരിൽ നിന്ന് നാം പ്രതികാരമെടുത്തിട്ടുണ്ട്. വകാന ഹഖ്ഖൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് സഹായമേകുക എന്നത് നമ്മുടെ മേലുള്ള ബാധ്യതയാണ്. അപ്പോൾ ഇതൊക്കെ എന്തിനാണ് പറയുന്നത്? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് സമാധാനം പകരുന്ന വാക്കുകളാണ് വിശുദ്ധ ഖുർആനിലെ ഈ ആയത്തുകളിലെല്ലാം ഉള്ളത്. ഖുർആനിൽ ചില സൂറത്തുകൾ തന്നെ അവയുടെ അവതരണ ലക്ഷ്യങ്ങളിൽ ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിക്കുക എന്നതായിരുന്നു. അവിടുത്തെ മനസ്സ് അതിലനുഭവിക്കുന്ന ദുഃഖം അതിന് ആശ്വാസം പകരുക എന്നതായിരുന്നു. കാരണം അവിടുന്ന് വളരെ റഹീമായിരുന്നു, റഫീഖായിരുന്നു. അവിടുന്ന് നന്മ ആഗ്രഹിച്ചിരുന്നവരാണ്. നന്മ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും തിന്മയിൽ നടന്നു പോകുന്നൊരു മനുഷ്യനെ കാണുമ്പോൾ മനസ്സ് വേദനിക്കും, ക്ഷമിക്കും. അതുകൊണ്ടാണ് ഇസ്ലാമിക ദഅവത്ത് എന്ന കാര്യം നിലനിൽക്കുന്നത്, പ്രബോധനം. അല്ലേ? എനിക്കിതിൻ്റെ കാര്യം നോക്കി ജീവിച്ചാൽ മതി എന്ന് ഒരാൾക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ ഒരു മുസ്ലിമിനത് പറയാൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ടാണത്? അവൻ തിരിച്ചറിയുന്നു, ശിർക്ക് ചെയ്ത ഒരാൾ, കുഫറിൽ അകപ്പെട്ടു പോയ ഒരാൾ പോകുന്നത് എവിടേക്കാണ്? നരകത്തിലേക്കാണ്. ആ തിരിച്ചറിവ് അവൻ്റെ മനസ്സിൽ വേദന ഉണ്ടാക്കുന്നുണ്ട്. ഒരു കണ്ണ് കാണാത്ത മനുഷ്യൻ കുഴിയിലേക്ക് വീഴാൻ പോകുന്നത് കാണുമ്പോൾ മനസ്സ് വേദനിക്കാറില്ലേ? അതുപോലെ തന്നെയാണ് നരകത്തിലേക്ക് വീണുപോകാനിരിക്കുന്ന ഒരു മനുഷ്യനെ കാണുമ്പോൾ മനസ്സ് വേദനിക്കുക എന്നത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമാധാനിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, മക്കയിലെ മുശ്രിക്കുകൾ അവരുടെ പീഡനങ്ങൾ കടുത്തു, പ്രയാസങ്ങൾ ശക്തമായി, വല്ലാതെ മുശ്രിക്കുകളുടെ ഉപദ്രവം കടുത്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ത്വായിഫിലേക്ക് തൻ്റെ പ്രബോധനം എത്തിക്കാമെന്ന തീരുമാനമെടുത്തു. ഇസ്ലാമിനെക്കുറിച്ച് പറയാൻ ത്വായിഫ് എന്ന പ്രദേശത്തേക്ക് പോകാം. മക്കയിൽ നിന്ന് ഏതാണ്ട് 80 കിലോമീറ്ററോളം ദൂരമുള്ള സ്ഥലമാണ് ത്വായിഫ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ത്വായിഫ് തിരഞ്ഞെടുക്കാൻ 2 കാരണങ്ങളുണ്ട്. ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ, ഒന്ന്, മക്ക കഴിഞ്ഞാൽ അറബികളുടെ പ്രധാന
കേന്ദ്രമാണ് തായിഫ് എന്ന് പറയുന്ന സ്ഥലം. ഏറെക്കുറെ നല്ല കാലാവസ്ഥയും മറ്റുമെല്ലാമുള്ള സ്ഥലമാണ് തായിഫ്. അതുകൊണ്ട് തന്നെ തായിഫ് അറബികളുടെ കേന്ദ്രമാണ് മക്ക കഴിഞ്ഞാൽ. അപ്പോൾ മക്കയിൽ ഇസ്ലാമിക പ്രബോധനം കേന്ദ്രീകരിക്കുന്നത് അറബികൾ വന്നെത്തുമ്പോൾ അവരിലൂടെ ഇസ്ലാം കൂടുതൽ പ്രചരിക്കാൻ വഴിയൊരുക്കും. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തായിഫ് അവിടുന്ന് തിരഞ്ഞെടുക്കുകയാണ്. രണ്ടാമത്തെ കാരണം, തായിഫ് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുലകുടി ബന്ധത്തിലെ മാതാവായ ഹലീമത്തു സഅദിയ അവരുടെ സഹോദരങ്ങൾ പാർക്കുന്ന നാടാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തായിഫിലുള്ള സഖീഫ് ഗോത്രക്കാരുമായി മുലകുടി ബന്ധമുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബന്ധുക്കളാണ് അവിടെ ഉള്ളത്. അപ്പോൾ അവർ സ്വീകരിക്കുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതീക്ഷ വെച്ചു. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് അവിടുന്ന് തായിഫിലേക്ക് തൻ്റെ പ്രബോധനം മാറ്റാനുള്ള തീരുമാനം കൈക്കൊണ്ടത് എന്ന് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തായിഫിലേക്ക് പോകാൻ തീരുമാനിച്ചു. അവിടുന്ന് തൻ്റെ വളർത്തുപുത്രനായിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടിമയായിരുന്ന ആദ്യ കാലഘട്ടത്തിൽ പിന്നീട് അവിടുന്ന് മോചിപ്പിച്ച അവിടുത്തെ വളർത്തുപുത്രനായിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വളരെ പ്രിയങ്കരനായിരുന്ന സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെയും ഒപ്പം കൂട്ടിക്കൊണ്ടാണ് യാത്ര ആരംഭിക്കുന്നത് തായിഫിലേക്ക്. 80 കിലോമീറ്റർ. അറബ് നാടുകളിൽ ജീവിച്ച ആളുകൾക്കറിയാം അറേബ്യൻ മരുഭൂമികളിലെ ചൂട് എന്താണ് എന്ന്. ഈ കാലഘട്ടത്തിൽ ആളുകൾ വാഹനങ്ങൾ യാത്ര ചെയ്താൽ വരെ പറയും ചൂട് ഭയങ്കര ചൂടാണ് ഇവിടെ എന്ന് പറയും. ഉച്ചക്കോ മറ്റോ ഒന്ന് പുറത്തിറങ്ങി നടന്നാൽ അനുഭവിക്കുന്ന ചൂടും വളരെ കടുത്ത ചൂടാണ്. ഉച്ച തന്നെ ആവണമെന്നില്ല, വൈകുന്നേരം ഇറങ്ങിയാലും ചിലപ്പോൾ രാത്രിയിൽ പുറത്തിറങ്ങിയാൽ വരെ ചൂട് അനുഭവിക്കുന്ന സ്ഥലങ്ങൾ അറേബ്യൻ നാടുകളിലുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സെയ്ദിനെയും കൂട്ടി 80 കിലോമീറ്റർ ദൂരമുള്ള തായിഫിലേക്ക് യാത്ര പോവുകയാണ്. സുബ്ഹാനല്ലാഹ്. എന്തിനു വേണ്ടിയാണ് ഈ യാത്ര ചെയ്യുന്നത്? എന്തെങ്കിലും ദുനിയാവിയായ നേട്ടത്തിന് വേണ്ടിയാണോ? എന്തെങ്കിലും ഭൗതികമായ നേട്ടത്തിന് വേണ്ടിയാണോ? നമുക്ക് ഇതൊക്കെ ഈ പ്രയാസങ്ങളെല്ലാം സഹിച്ച് ഇസ്ലാമിക ഭരണം നേടിയെടുത്ത് അവസാനം അവിടുന്ന് വഫാത്താകുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വീട്ടിലെ അവസ്ഥ എന്തായിരുന്നു? നമ്മൾ പലതവണ കേട്ടിട്ടുണ്ടായിരിക്കും. യഹൂദൻ്റെ കയ്യിൽ തൻ്റെ പടയെങ്കിൽ പണയം വെച്ച നിലയിലാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വഫാത്തായത്. ഇത്രയധികം പ്രയാസങ്ങൾ നേരിട്ട ഒരാൾ പിന്നീട് അധികാരം ലഭിച്ചപ്പോൾ വലിയ സമ്പത്ത് ഉപയോഗപ്പെടുത്തിയോ? വലിയ കൊട്ടാരങ്ങളിൽ ജീവിച്ചോ? ഇല്ല. എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരാൾക്ക്, ഒരു ബുദ്ധിയുള്ളൊരു മനുഷ്യന് ആക്ഷേപിക്കാൻ കഴിയുക, മോശം പറയാൻ കഴിയുക? ഏറ്റവും വൃത്തികെട്ട മനസ്സും ഏറ്റവും നീചമായ ഹൃദയവുമുള്ളവർക്കല്ലാതെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് അറിഞ്ഞതിന് ശേഷം അവിടുത്തെ മോശം പറയാൻ സാധിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് തായിഫിലേക്ക് യാത്ര ആരംഭിച്ചു. തായിഫിലെത്തിയപ്പോൾ സഖീഫ് ഗോത്രത്തിൽപ്പെട്ട 3 ആളുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്ദർശിച്ചു. ഈ 3 ആളുകളും സഹോദരങ്ങളായിരുന്നു. ഈ 3 ആളുകളുടെ അരികിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിക പ്രബോധനവുമായി ചെന്നിരുന്നു. ഇവർ നേതാക്കന്മാരാണ്. അവരുടെ പിന്തുണയുണ്ട് എങ്കിൽ തായിഫിൽ ഇസ്ലാമിക പ്രബോധനം സാധ്യമാണ്. 3 ആളുകൾ. ഒന്നാമത്തെയാൾ അബ്ദു യാലൈൽ ഇബ്നു അംർ ഇബ്നു റബീഅ, അബ്ദു യാലൈൽ ഇബ്നു അംർ ഇബ്നു ഉമൈർ, ഇബ്നു അംർ ഇബ്നു റബീഅ അല്ല, ഇബ്നു അംർ ഇബ്നു ഉമൈർ, അബ്ദു യാലൈൽ ഇബ്നു അംർ ഇബ്നു ഉമൈർ. മസ്ഊദ് ഇബ്നു അംർ ഇബ്നു ഉമൈർ രണ്ടാമത്തെയാൾ. ഹബീബ് ഇബ്നു അംർ ഇബ്നു ഉമൈർ. 3 ആളുകൾ. 3 ആളുകളും സഹോദരങ്ങളാണ്. അബ്ദു യാലൈൽ, മസ്ഊദ്, ഹബീബ്. ഈ 3 ആളുകളുടെ അരികിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിക പ്രബോധനവുമായി ചെന്നെത്തി. 3 ആളുകളും അവിടുത്തെ തിരസ്കരിച്ചു. ഒന്നാമത്തെയാൾ പറഞ്ഞു, ഇൻകാൻ അല്ലാഹു അർസലക്, അള്ളാഹു നിന്നെ നിയോഗിച്ചിട്ടുണ്ടെങ്കിലല്ലേ, എന്നൊരു റസൂലായി അള്ളാഹു നിയോഗിച്ചിട്ടുണ്ട് എങ്കിലല്ലേ. പരിഹാസത്തോടു കൂടി, അവഗണനയോടുകൂടി അയാൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരിച്ചയച്ചു. രണ്ടാമത്തെയാൾ പറഞ്ഞു, അമാ വജദല്ലാഹു അഹദൻ യുർസിലുഹു ഗൈറക, അള്ളാഹുവിന് അവൻ്റെ റസൂലായി പറഞ്ഞയക്കാൻ താങ്കളെ അല്ലാതെ മറ്റൊരാളെയും കണ്ടില്ലേ എന്നവൻ ചോദിച്ചു. മൂന്നാമത്തെയാൾ അയാൾ പറഞ്ഞു, വല്ലാഹി ലാ ഉകല്ലിമുക അബദൻ,
അള്ളാഹു തന്നെ സത്യം, ഞാൻ നിന്നോട് സംസാരിക്കാനേ ഇല്ല. എന്താണ് അതിന് കാരണമായി അയാൾ പറഞ്ഞത്? അയാൾ പറഞ്ഞു, നീ റസൂലാണെങ്കിൽ താങ്കളെ ഞാൻ എന്തെങ്കിലും പറഞ്ഞ് ആക്ഷേപിച്ചാൽ അത് വലിയ ഗുരുതരമായ തെറ്റായി പോകും. ഇനി അള്ളാഹുവിൻ്റെ റസൂൽ അല്ലെങ്കിലോ ഒരു ദൂതനല്ലെങ്കിലോ താങ്കളോട് സംസാരിക്കുക എന്നത് മാന്യനായ എന്നെപ്പോലുള്ള ഒരാൾക്ക് യോജിച്ചതല്ല. റസൂലാണെങ്കിൽ ഞാൻ എന്തെങ്കിലും എതിർത്ത് പറഞ്ഞാൽ അത് വലിയ തെറ്റായി പോകും. റസൂലല്ലെങ്കിൽ ഇങ്ങനെ കളവ് പറയുന്ന ഒരാളോട് സംസാരിക്കുക എന്നത് എനിക്ക് യോജിച്ചതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ 3 ആളുകളും തിരസ്കരിച്ചു. ഈ 3 ആളുകളോടും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പോരുമ്പോൾ അവിടുന്ന് പറഞ്ഞു, ഇദാ ഫഅൽതും മാ ഫഅൽതും ഫക്തുമു അന്നി. നിങ്ങൾ ഞാൻ ഈ പറയുന്ന കാര്യം സ്വീകരിക്കുന്നില്ലെങ്കിൽ, നിങ്ങളിത് തള്ളിക്കളയുകയാണെങ്കിൽ ഫക്തുമു അന്നി, ഞാൻ നിങ്ങളുടെ അരികിൽ വന്ന കാര്യം നിങ്ങൾ പുറത്തു പറയരുത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ആവശ്യവും സ്വീകരിക്കാൻ അവർ തയ്യാറായില്ല. അവർ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിച്ചു. അവിടുത്തോട് അവർ പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് നീ പുറത്തു പോകണം, ഇവിടെ നിൽക്കാൻ പാടില്ല, ഇവിടെ ഈ സംസാരവുമായി നിൽക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. അങ്ങനെ അവർ തായിഫിലുള്ള ജനങ്ങൾ ആ നാട്ടിലുള്ള ആളുകളെ വിളിച്ചുകൂട്ടി, കുട്ടികളെയും വിവരദോഷികളായ ജനങ്ങളെയും എല്ലാം ഒരുമിച്ച് കൂട്ടി. അവർ ഒത്തുചേർന്നുകൊണ്ട് കൂടി നിന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചീത്ത വിളിക്കുകയും കൂക്കി വിളിക്കുകയും ചെയ്തു. അങ്ങനെ ജനങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ ഒരുമിച്ച് കൂടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു മക്കയിലേക്കുള്ള യാത്ര ആരംഭിക്കുമ്പോൾ ഈ ജനങ്ങൾ അവർ വഴിയുടെ 2 വശങ്ങളിലും നിൽപ്പുറപ്പിച്ചു. രണ്ടുപേരും 2 വരികളായി ജനങ്ങൾ നിന്നു. എന്നിട്ട് അവർ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കല്ലെറിയാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലുകളിൽ നിന്ന് ചോര പൊട്ടി ഒഴുകാൻ ആരംഭിച്ചു. സല്ലല്ലാഹു അലൈഹി വസല്ലം. സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പൊതിഞ്ഞു പിടിക്കാൻ ശ്രമിച്ചു, അവിടുത്തെ ശരീരത്തിലേക്ക് കല്ലുകൾ പതിക്കാതിരിക്കുന്നതിനു വേണ്ടി റളിയല്ലാഹു അൻഹു. അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തായിഫിൽ നിന്ന് മർദ്ദനങ്ങളേറ്റ് പരിഹാസങ്ങളേറ്റ് തളർന്ന മനസ്സുമായിട്ടാണ് തിരിച്ചു വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ കുറേ നടന്നു. അവസാനം വടിയരികിൽ കണ്ട ഒരു തോട്ടത്തിലേക്ക് അവിടുന്ന് പ്രവേശിച്ചു. അതുവരെ ഈ ജനങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിറകിൽ കൂടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തോട്ടത്തിലേക്ക് കയറിയെന്ന് കണ്ടപ്പോൾ അവർ അവിടുത്തെ ഉപേക്ഷിച്ച് തിരിച്ചുപോയി. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സെയ്ദ് ഇബ്നു ഹാരിസയും അവിടെ കണ്ട ഒരു തണലിന് കീഴിൽ കുറച്ചു നേരം വിശ്രമിക്കാൻ വേണ്ടിയിരുന്നു. ഈ തോട്ടം മക്കയിലെ മുശ്രിക്കുകളിൽപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രധാന ശത്രുക്കളിൽപ്പെട്ട ഉത്ബയുടെയും ഷൈബയുടെയും തോട്ടമായിരുന്നു. ഉത്ബയും ഷൈബയും സഹോദരങ്ങളാണ്. ഉത്ബത്ത് ഇബ്നു റബീഅ, ഷൈബത്ത് ഇബ്നു റബീഅ. റബീഅയുടെ മക്കളായ ഉത്ബയും ഷൈബയും അവരുടെ തോട്ടമാണ്, അവരുടെ ഉടമസ്ഥതയിലുള്ള തോട്ടമായിരുന്നു അത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തോട്ടത്തിൽ കയറിയിരുന്നു. സെയ്ദ് ഇബ്നു ഹാരിസയും അവിടുത്തോടൊപ്പമുണ്ട്. ഇത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസ്ഥ കണ്ടപ്പോൾ ഉത്ബക്കും ഷൈബക്കും മനസ്സിൽ ഒരു ചെറിയ അലിവ് തോന്നി. കാരണം ഉത്ബയും ഷൈബയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബമാണ്. തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ ഉപദ്രവിക്കപ്പെട്ടത് കണ്ടപ്പോൾ അവർക്ക് ഒരു അലിവ്. പക്ഷെ എന്നാൽ ഈ അലിവ് കാരണം അവർ സ്വയം വന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിക്കുകയോ എന്തെങ്കിലും ഒരു ആശ്വാസവാക്ക് അവിടുത്തോട് പറയുകയോ ഒന്നും ചെയ്തില്ല. അവർ തങ്ങളുടെ തോട്ടത്തിലുണ്ടായിരുന്ന ഒരു അടിമ പയ്യനായ അദ്ദാസ് എന്ന നസ്രാനിയായ ക്രൈസ്തവനായിരുന്ന ഒരാൾ ആ അടിമയോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, ഒരു പാത്രത്തിൽ കുറച്ച് മുന്തിരിയും മറ്റുമൊക്കെ ശേഖരിച്ചതിന് ശേഷം ആ ഇരിക്കുന്നയാൾക്ക് പോയി കൊണ്ടുകൊടുക്കുക, എന്നിട്ട് കഴിക്കാൻ പറഞ്ഞു. ഉത്ബയോ ഷൈബയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് നേരിട്ട് വരാൻ തയ്യാറായില്ല. അദ്ദാസ് എന്ന അടിമയെ അവർ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ഒരു പാത്രത്തിൽ കുറച്ച്
മുന്തിരിയും കൊടുത്ത് പറഞ്ഞയച്ചു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അരികിൽ അദ്ദാസ് വന്നെത്തി. അദ്ദാസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ പാത്രം കൊണ്ടുവന്ന് വെച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു കഴിക്കാൻ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ കൈവച്ചതിന് ശേഷം ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് അവിടുന്ന് പറഞ്ഞു ബിസ്മില്ലാഹ്. ബിസ്മില്ലാഹ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കേട്ടപ്പോൾ അദ്ദാസിന് അത്ഭുതമായി. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അത്ഭുതത്തോടു കൂടി നോക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, വല്ലാഹി ഇന്ന ഹാദൽ കലാം മാ യഖൂലുഹു അഹ്ലു ഹാദിഹിൽ ബിലാദ്. അല്ലാഹു തന്നെ സത്യം, ഇപ്പോൾ താങ്കൾ ഈ പറഞ്ഞ വാക്ക് ഇത് ഈ നാട്ടിലുള്ള ആരും പറയാത്ത വാക്കാണല്ലോ. ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് ബിസ്മില്ലാഹ് എന്നിവിടെ ഒരാളും പറയാറില്ല. എന്തൊരു പ്രത്യേകതയുണ്ട്. അദ്ദേഹമായിട്ട് നസ്രാനിയൻ, ക്രൈസ്തവനാണ്, വേദക്കാരിൽപ്പെട്ടവരാണ്. അവർക്ക് അറബികളെ അപേക്ഷിച്ച് വിവരമുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് തിരിച്ചു ചോദിച്ചു, മിൻ അഹ്ലി അയ്യി അൽ ബിലാദി അൻത യാ അദ്ദാസ്. ഈ നാട്ടുകാർ ബിസ്മി ചൊല്ലലില്ല എന്ന് പറഞ്ഞല്ലോ, എങ്കിൽ അദ്ദാസ് നീ ഏത് നാട്ടുകാരനാണ്? താങ്കൾ എവിടെ നിന്നാണ്? വമാ ദീനുക അദ്ദാസ്. ഈ നാട്ടുകാർക്ക് ഇത് അറിയില്ല എന്ന് താങ്കൾ പറഞ്ഞു. അപ്പോൾ താങ്കളുടെ ദീൻ എന്താണ്? താങ്കൾ ഏതു മതക്കാരനാണ്? അത് കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, നസ്രാനിയുൻ, ഞാനൊരു ക്രൈസ്തവനാണ്. വ അന റജുലുൻ മിൻ അഹ്ലി നീനവൈ, ഞാൻ നീനവൈ പ്രദേശത്ത് നിന്ന് വന്നെത്തിയ ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കേട്ടപ്പോൾ അവിടുന്ന് തിരിച്ചു ചോദിച്ചു, മിൻ ഖർയത്തി റജുലി സാലിഹി യൂനുസ് ഇബ്നു മത്ത. സൽക്കർമ്മിയായ ആ മനുഷ്യൻ യൂനുസ് ഇബ്നു മത്തായിയുടെ മകൻ യൂനുസ്, അദ്ദേഹത്തിൻ്റെ നാട്ടിൽ നിന്നാണോ അദ്ദാസ് നിങ്ങൾ വരുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, വമാ യുദ്രീക മാ യൂനുസ് ഇബ്നു മത്ത. യൂനുസ് ഇബ്നു മത്തയെക്കുറിച്ച് താങ്കൾക്ക് എന്തറിയാം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദാക അഖി കാന നബിയ്യൻ വ അന നബി. യൂനുസ് ഇബ്നു മത്ത അദ്ദേഹം എൻ്റെ സഹോദരനാണ്, ഞാനും ഒരു നബിയാണ്. ഇത് കേട്ടതോടുകൂടി അദ്ദാസ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചേർത്തണക്കുകയും അവിടുത്തെ ചുംബിക്കുകയും ചെയ്തു. മാത്രമല്ല അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ അദ്ദാസിനെ സ്വഹാബികളിൽ എണ്ണിയിട്ടുണ്ട്. അദ്ദേഹം മുസ്ലിമായി. ഇത് കണ്ടപ്പോൾ ഉത്ബയും ഷൈബയും അവർ പറഞ്ഞു, അമ്മാ ഗുലാമുക ഫഖദ് അഫ്സദഹു അലൈക്. നമ്മുടെ അടിമ, അവൻ്റെ കാര്യം കഴിഞ്ഞു, അവനെയും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വടക്കാക്കിയിരിക്കുന്നു. അങ്ങനെ അദ്ദാസ് തിരിച്ചെത്തിയപ്പോൾ അവർ പറഞ്ഞു, നീ എന്തിനാണ് അദ്ദേഹത്തെ പോയി ചുംബിച്ചത്? നിനക്കെന്തു പറ്റി? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, യാ സയ്യിദി മാ ഫിൽ അർദി ഖൈറു മിൻ ഹാദ. ആ മനുഷ്യനേക്കാൾ നല്ല ഒരാൾ ഭൂമിയിൽ വേറെയില്ല. ലഖദ് അഖ്ബറനി ബി അംറിൻ മാ യഅലമുഹു ഇല്ലാ നബി. ഒരു നബിക്കല്ലാതെ അറിയാൻ കഴിയാത്ത കാര്യങ്ങൾ അദ്ദേഹം എന്നോടിപ്പോൾ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഉത്ബയും ഷൈബയും പറഞ്ഞു, വൈലക യാ അദ്ദാസേ, എന്തു പണിയാണ് നീ കാണിച്ചത്? എൻ്റെ കാര്യം കഷ്ടം തന്നെ. ലാ യസ്റിഫന്നക അൻ ദീനിക്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിൻ്റെ ദീനിൽ നിന്ന് നിന്നെ വഴികേടിലാക്കാതിരിക്കട്ടെ, നിന്നെ തെറ്റിക്കാതിരിക്കട്ടെ. ഫഇന്ന ദീനക ഖൈറു മിൻ ദീനിഹി. നിൻ്റെ മതമാണ്, നസ്രാനിയായ അദ്ദാസിനോട് ഒരു പറയാണ്, നിൻ്റെ മതമാണ് ആ മതത്തെക്കാൾ നല്ലത്. ഉത്ബയും ഷൈബയും അദ്ദാസിനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ അദ്ദേഹം മുസ്ലിമായി തന്നെ തുടർന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് എത്രയെല്ലാം പരീക്ഷണങ്ങൾ നേരിട്ടതിന് ശേഷവും അദ്ദാസിന് മുന്നിൽ കാണുമ്പോൾ നോക്കുക, അദ്ദേഹത്തിന് ഇസ്ലാം സ്വീകരണത്തിന് കാരണമാകുന്ന, അതിന് വഴിയൊരുക്കുന്ന വാക്കുകളാണ് അവിടുന്ന് പറഞ്ഞത്. എത്ര വലിയ പീഡനം അനുഭവിച്ചു നിൽക്കുന്നൊരു സമയമാണത്. അപ്പോൾ പോലും അവിടുന്ന് ഞാനൊരു നബിയാണ് എന്ന കാര്യം പറയാൻ മടി കാണിക്കുന്നില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം.
അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദീൻ എത്തിച്ചു നൽകുന്നതിൽ അവിടത്തേക്കുണ്ടായിരുന്ന താല്പര്യം എത്ര വലുതായിരുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അല്ലെ, എന്തു വലിയ പരീക്ഷണത്തിനിടയിലാണ് ആ നിൽക്കുന്നത്. അപ്പോൾ പോലും ഞാൻ നബിയാണ്, യൂനുസിനെ പോലെ ഞാനും ഒരു നബിയാണ് എന്ന് പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു മടിയുമില്ല. മുന്നിൽ കൊണ്ടുവച്ച ഈ ഭക്ഷണം നഷ്ടപ്പെട്ടേക്കുമോ എന്ന് അവിടുന്ന് പേടിക്കുന്നില്ല. അവിടുന്ന് അള്ളാഹുവിൻ്റെ റസൂലാണ് എന്ന കാര്യം അവരോട് പറഞ്ഞു കൊടുക്കുകയാണ്. സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ തോട്ടത്തിൽ വെച്ചുകൊണ്ട് നടത്തിയ ഒരു പ്രാർത്ഥന ചില ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ആ പ്രാർത്ഥനയെക്കുറിച്ച് പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞു ദുആ ഉൽ ഹസൻ, മനോഹരമായൊരു പ്രാർത്ഥനയാണത്. ഇബ്നുൽ ഖയ്യിം അദ്ദേഹം പറഞ്ഞു ദുആ ഉൽ മഷ്ഹൂർ, പ്രസിദ്ധമായ പ്രാർത്ഥനയാണ്. ചരിത്ര ഗ്രന്ഥങ്ങളിലൊക്കെ ഈ പ്രാർത്ഥന വന്നിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ സനദിൽ, അതിൻ്റെ പരമ്പരയിൽ ചെറിയ ദുർബലതയുണ്ട്. ചെറിയ ദുർബലത എന്ന് പറഞ്ഞാൽ ഹദീസിൻ്റെ ദുർബലത വലുതുണ്ട്, ചെറുതുണ്ട്. ഏറ്റവും വലിയ ദുർബലമായ ഹദീസ് ഏതാ? കെട്ടിച്ചമച്ച ഹദീസാണ്, ഒരാൾ നിർമ്മിച്ചുണ്ടാക്കിയ ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ അവനവൻ്റെ വാക്കുണ്ടാക്കി പറയാം. ഇതിനെ മൗദൂഅ ഹദീസ് എന്ന് പറയുന്നത്. എന്നാൽ അതിൽ താഴെ ദുർബലതകളുള്ള ഹദീസുകളുണ്ട്. അതിൽപ്പെട്ടതാണ് മുർസലായ ഹദീസ് എന്ന് പറയും. താബിഇയായ ഒരാൾ സഹാബിയുടെ പേര് പറയാതെ പറയുന്ന ഹദീസിനാണ് മുർസൽ എന്ന് പറയുക. ഈ ഹദീസ് മുർസലാണ്. മുർസല ഹദീസുകൾ പൊതുവെ പണ്ഡിതന്മാർ പറയും അത് ചെറിയ ദുർബലതയാണ്. മുൻപ് നമ്മൾ പലതവണ പറഞ്ഞിട്ടുള്ളതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ, ചരിത്രം വിവരിക്കുന്ന സന്ദർഭങ്ങളിൽ ഇത്തരം ചെറിയ ദുർബലതകൾ പണ്ഡിതന്മാർ പൊതുവെ വളരെ ഗൗരവത്തിൽ എടുക്കാറില്ല. എന്നാൽ ഏതെങ്കിലും ഒരു വിധിവിലക്ക് വിശദീകരിക്കുന്ന സന്ദർഭത്തിലാണെങ്കിലോ ഹലാൽ ഹറാമുകൾ വേർതിരിക്കുന്ന കാര്യത്തിലാണെങ്കിലോ അതിൽ സനദിൻ്റെ പരിശോധന വളരെ ശക്തമായിരിക്കും. എന്നാൽ ചെറിയ ദുർബലതകൾ വന്ന ഹദീസുകൾ പൊതുവെ ഇത്തരം ചരിത്രങ്ങളിലും മറ്റുമൊക്കെ പറയുന്നത് ചരിത്ര ഗ്രന്ഥങ്ങൾ രചിച്ച പണ്ഡിതന്മാർ പൊതുവെ സ്വീകരിച്ച രൂപമാണ് ഈ ഹദീസ്. ഈ പ്രാർത്ഥന ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ, അതുപോലെ ഇബ്നുൽ ഖയ്യിം, ഇബ്നു കസീർ, അതുപോലെ അവർക്ക് മുൻപുള്ള സീറയുടെ ഗ്രന്ഥങ്ങൾ ഇബ്നു സഅദിൻ്റെ തബഖാത്തിൽ, ഇബ്നു ഇസ്ഹാഖിൻ്റെ സീറയിൽ, ഇബ്നു ഹിഷാമിൻ്റെ സീറയിൽ, ഇങ്ങനെ ചരിത്ര ഗ്രന്ഥങ്ങളിലൊക്കെ ഈ ഹദീസ് വന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ത്വായിഫുകാർ അവരുടെ ഉപദ്രവങ്ങൾ നേരിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ തോട്ടത്തിൽ, ഉത്ബയുടെയും ഷൈബയുടെയും തോട്ടത്തിൽ പ്രവേശിച്ചപ്പോൾ നടത്തിയ പ്രാർത്ഥനയായി ചരിത്ര ഗ്രന്ഥങ്ങളിൽ വന്ന മനോഹരമായൊരു പ്രാർത്ഥനയാണത്. ആ ദുആ ഇപ്രകാരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ ഇലൈക അഷ്കു ضعف ഖുവതി വഖില്ലത ഹീലതി വഹവാനി അലൻ നാസ് യാ അർഹമർ റഹീമീൻ. അല്ലാഹുമ്മ ഇലൈക അഷ്കു, അല്ലാഹുവേ ഞാൻ നിന്നോട് ഇതാ ആവലാതി പറയുകയാണ്. അല്ലാഹുവേ ഞാൻ നിന്നോട് ആവലാതി പറയുകയാണ്, എൻ്റെ പ്രയാസം റബ്ബേ ഞാൻ നിന്നോട് ഏറ്റുപറയുകയാണ്. അവിടെ ഈ സന്ദർഭത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഷക്വ എന്ന് അറബിയിൽ പറയും, ആവലാതി പറയാം. താൻ അകപ്പെട്ടിരിക്കുന്ന അവസ്ഥയുടെ പ്രയാസം എടുത്തു പറയാം. ഷക്വ, ഇങ്ങനെ ആവലാതി പറയുക എന്നത് അള്ളാഹുവിനോടാണ് എങ്കിൽ നല്ല കാര്യമാണ്. ജനങ്ങളോടാണെങ്കിലോ അത് നല്ല കാര്യമല്ല. ജനങ്ങളോട് ആവലാതി പറയരുത്. അള്ളാഹുവിനോട് ആവലാതി പറയുന്നതോ അത് നല്ല കാര്യമാണ്. റബ്ബേ എൻ്റെ പ്രയാസം കണ്ടില്ലേ, എൻ്റെ അവസ്ഥ കണ്ടില്ലേ, ഞാൻ എത്തിപ്പെട്ടിരിക്കുന്ന സ്ഥിതി കണ്ടില്ലേ, അള്ളാഹു എനിക്ക് യാതൊരു കഴിവുമില്ല, എൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്, ഞാൻ പ്രയാസത്തിലാണ്, ഞാൻ ബുദ്ധിമുട്ടിലാണ് എന്നൊക്കെ അള്ളാഹുവിനോട് ഏറ്റുപറയുന്നത് നല്ല കാര്യമാണ്. സൂറത്ത് യൂസുഫിൽ യാക്കൂബ് നബിയെക്കുറിച്ച് എന്താ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്? ഇന്നമാ അഷ്കൂ ബസ്സി വഹസ്നി ഇലല്ലാഹ്. എൻ്റെ വേദനയും എൻ്റെ ദുഃഖവും ഞാൻ ആരോടാണ് ആവലാതി പറയുന്നത്? അള്ളാഹുവിനോട് മാത്രമാണ്. ആണല്ലേ? അള്ളാഹുവിനോട് ആവലാതി പറയാം. എന്നാൽ ജനങ്ങൾ ഇന്ന് സുബ്ഹാനല്ലാഹ് ജീവിച്ചിരിക്കുന്നവരോട് ആവലാതി പറയുന്ന ആൾക്കാരുണ്ട്. അതിനേക്കാൾ അപകടം മരിച്ചുപോയ ആൾക്കാരുടെ ആവലാതി പറയുന്നതാണ്. ദുനിയാവിലെ ഏറ്റവും വലിയ കാര്യം ബാധിച്ച ആളുകളാണ് മരിച്ചുപോയ ആൾക്കാർ. അവർക്ക് സ്വന്തം ജീവൻ പിടിച്ചു വെക്കാൻ കഴിയാത്തതുകൊണ്ട് അവർ മരിച്ചുപോയത്.
ആ മരിച്ചുപോയ ആളുകളോട് ജീവിച്ചിരിക്കുന്ന ആൾ പോയിട്ട് പറയണം എൻ്റെ കുട്ടീൻ്റെ കാര്യം എന്താണ്, എൻ്റെ വിസ ശരിയായിട്ടില്ല, എൻ്റെ അസുഖം മാറിയിട്ടില്ല. ആരോട് അവലാതി പറയാം? മരിച്ച ആളോടാണ് ഈ പറയുന്നത്. അവന് ജീവനുണ്ട്. ജീവനുള്ള ആൾ മരിച്ച ആളോട് പോയിട്ട് അവലാതി പറയാം. സൃഷ്ടികളോട് അവലാതി പറയരുത്. ആരോടെ പറയേണ്ടത്? അള്ളാഹുവിനോടാണ് പറയേണ്ടത്. അതുപോലെ തന്നെ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചില്ലേ, റബ്ബി ഇന്നി മസ്സനി അദ്ദുർ വ അൻത അർഹമുർ റഹീമീൻ. റബ്ബേ, എനിക്കിതാ പ്രയാസം ബാധിച്ചിരിക്കുന്നു, അതുകൊണ്ട് അള്ളാഹുവെ നീയാകട്ടെ കാരുണ്യം ചൊരിയുന്നവരിൽ ഏറ്റവും കാരുണ്യം ചൊരിയുന്നവനാണ്. അതുപോലെ സഖറിയ നബി പ്രാർത്ഥിച്ചില്ലേ സൂറത്തു മറിയമിൽ, റബ്ബി കാഫായ ഐൻ സാദ് ദിക്റു റഹ്മത്തി റബ്ബിക അബ്ദഹു സഖറിയ ഇദ് നാദാ റബ്ബഹു നിദാഅൻ ഖഫിയ്യ ഖാല റബ്ബി ഇന്നി വഹന അൽഅദ്മു മിന്നി വഷ്തഅല അർറഅസു ശൈബ വലം അകുൻ ബിദുആഇക റബ്ബി ശഖിയ്യ. അദ്ദേഹം പറയാം, അള്ളാഹുവേ ഇതാ തലമുടിയെല്ലാം നരച്ചു തുടങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ തലമുടി നരച്ചിരിക്കുന്നു, എല്ലുകൾക്ക് ബലക്ഷയം വന്നിരിക്കുന്നു, റബ്ബേ എനിക്കൊരു കുഞ്ഞിനെ ലഭിച്ചിട്ടില്ല. നോക്കൂ, സക്കറിയ നബി ആവലാതി പറയാണ്. അപ്പം അള്ളാഹുവിനോട് ആവലാതി പറയാന്നുള്ളത് തെറ്റായ കാര്യമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, അള്ളാഹുവേ അല്ലാഹുമ്മ ഇലൈക അഷ്കു ضعف قوتي. അള്ളാഹുവെ ഞാൻ നിന്നോട് ആവലാതി പറയുന്നു, ضعف قوتي, എൻ്റെ ദുർബലത, എൻ്റെ ശക്തിയില്ലായ്മ, ഞാൻ അശക്തനാണ്, എനിക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. മക്കക്കാർ തടഞ്ഞിരിക്കുന്നു, തായിഫുകാർ ഇതാ എന്നെ പുറന്തള്ളിയിരിക്കുന്നു. എനിക്ക് അള്ളാഹുവെ എൻ്റെ ശക്തി ഇത്രമാത്രമാണ്. അല്ലാഹുമ്മ ഇലൈക അഷ്കു ضعف قوتي വഖില്ലത ഹീലതി. അള്ളാഹുവെ ഞാനേറെ തന്ത്രമറിയുന്നവനല്ല, എൻ്റെ തന്ത്രമില്ലായ്മയെക്കുറിച്ച് ഞാൻ അള്ളാഹുവെ നിന്നോട് ആവലാതി പറയുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് സത്യസന്ധനായിരുന്നു, ശുദ്ധനായ ഒരാളായിരുന്നു. നമ്മുടെ നാട്ടിൽ പറയും ശുദ്ധനായ മനുഷ്യനായിരുന്നു, കളങ്കമില്ലാത്ത മനസ്സിൻ്റെ ഉടമയായിരുന്നു. വഖില്ലത ഹീലതി. അള്ളാഹുവെ തന്ത്രമറിയില്ല എന്നത്, എനിക്ക് ഒരു വടി അറിയില്ല എന്നത് റബ്ബേ ഞാൻ നിന്നോട് ഇത് ആവലാതിയായി പറയുന്നു. വഹവാനി അലന്നാസ്. ജനങ്ങൾക്കിടയിൽ എൻ്റെ സ്ഥാനം വളരെ ചെറുതാണ് എന്നത് അള്ളാഹുവെ ഞാൻ നിന്നോട് ആവലാതിയായി പറയുന്നു. ഇവരെൻ്റെ വാക്ക് കേൾക്കാൻ തയ്യാറാകുന്നില്ല, ഞാൻ പറഞ്ഞത് അനുസരിക്കുന്നില്ല. യാ അർഹമർ റഹീമീൻ. കരുണ ചൊരിയുന്നവരിൽ ഏറ്റവും കരുണ ചൊരിയുന്നവനെ. അൻത റബ്ബുൽ മുസ്തദഅഫീൻ. അടിച്ചമർത്തപ്പെട്ടവരുടെ റബ്ബാണ് നീ. അൻത റബ്ബി. നീ എൻ്റെ റബ്ബാണ്. ഇലാമൻ തകിലുനി. അല്ലാഹുവേ ആരിലേക്കാണ് നീ എന്നെ ഏൽപ്പിക്കുന്നത്? ഇലാ ബഈദിൻ യതജഹമുനി. എനിക്കുമേൽ സർവ്വ ഉപദ്രവങ്ങളും അഴിച്ചുവിടുന്ന വിദൂരത്തുള്ള ദൂരങ്ങളിലുള്ള ആളുകളിലേക്കാണോ എനിക്ക് ബന്ധമില്ലാത്ത ആളുകൾ? അം ഇലാ അദുവിൻ മല്ലക്തഹു ഇയ്യായി. അതല്ലെങ്കിൽ എനിക്കുമേൽ അധികാരമുള്ള എൻ്റെ ശത്രുക്കളുടെ അരികിലേക്കാണോ? ഇല്ലം യകുൻ ബിക അലയ്യ ഗദബുൻ ഫലാ ഉബാലി. അല്ലാഹുവേ നിൻ്റെ കോപം എനിക്കുമേലില്ല എങ്കിൽ ഫലാ ഉബാലി, എനിക്കിതൊന്നും ഒരു പ്രശ്നമല്ല, ഞാൻ ഇതൊന്നും കാര്യമായി എടുക്കുന്നില്ല. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ നോക്കൂ നിങ്ങൾ. അല്ലെങ്കിൽ അവിടുന്ന് പറയപ്പെട്ട വന്ന ഹദീസിലെ ഈ വാക്കുകളുടെ മനോഹരമായ അർത്ഥം നോക്കൂ നിങ്ങൾ. വലാകിന്ന ആഫിയതക ഹിയ ഔസഉ ലി. എന്നാൽ റബ്ബേ ഈ പരീക്ഷണങ്ങൾക്കപ്പുറം നീ എനിക്ക് സൗഖ്യം നൽകുന്നത് പ്രയാസങ്ങളില്ലാതെ ഈ കാര്യം എനിക്ക് എത്തിച്ചു നൽകാൻ കഴിയുക എന്നതാണ് അല്ലാഹുവേ എനിക്ക് കൂടുതൽ പ്രിയങ്കരമായിട്ടുള്ളത്. അഊദു ബിനൂരി വജ്ഹിക അല്ലദീ അശ്റഖത് ലഹു الظുലുമാത് വസലഹ അലൈഹി അംറു ദുനിയ വൽ ആഖിറ. അല്ലാഹുവേ നിൻ്റെ തിരുവദനത്തിൻ്റെ പ്രകാശം കൊണ്ട് സർവ്വ ഇരുട്ടുകളെയും വകഞ്ഞു നീക്കുന്ന, ആകാശഭൂമികളിലെ സർവ്വ കാര്യങ്ങളെയും ശരിപ്പെടുത്തുന്ന നിൻ്റെ മുഖത്തിൻ്റെ പ്രകാശം മുൻനിർത്തിക്കൊണ്ട് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. മിൻ അൻ തുൻസില ബി ഗദബക്. അല്ലാഹുവേ നിൻ്റെ കോപം എൻ്റെ മേൽ നീ ഇറക്കുന്നതിൽ നിന്ന്. ഔ യഹില്ല അലയ്യ സഖതുക്. അതല്ലെങ്കിൽ അല്ലാഹുവേ നിൻ്റെ ദേഷ്യം എൻ്റെ മേൽ വന്നു പതിക്കുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. ലക്കൽ ഉത്ബ ഹത്ത തർദാ. അല്ലാഹുവേ എൻ്റെ പക്കലുള്ള കുറവുകളിൽ എന്നെ ആക്ഷേപിക്കാൻ
ആ ആക്ഷേപങ്ങൾ ഞാൻ അംഗീകരിക്കുന്നു. ഹത്താ തർദ, അള്ളാഹുവിനെ തൃപ്തിപ്പെടുന്നത് വരെ. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അള്ളാഹുവെ നിന്നെ കൊണ്ടല്ലാതെ കാര്യങ്ങൾക്ക് എന്തെങ്കിലും ഒരു മാറ്റമോ എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു ശേഷിയോ ഇല്ല. അതുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, കടുത്ത പ്രയാസമുണ്ടായാൽ ഒരാൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ദിക്ർ അധികരിപ്പിക്കട്ടെ. വലിയ പ്രയാസങ്ങൾ, പർവ്വത സമാനമായ ഇടുക്കങ്ങൾ, ഭാരങ്ങൾ എടുത്തു നീക്കാൻ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ദിക്റിന് ശേഷിയുണ്ട്. ഒരു പ്രയാസം ബാധിച്ചാൽ മുന്നിലേക്ക് എന്താ വഴിയെന്നറിയില്ല, അങ്ങനെ ഇടുക്കം ബാധിച്ചിട്ടുണ്ട് എങ്കിൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ദിക്ർ അധികരിപ്പിക്കണമെന്ന് പണ്ഡിതന്മാർ ചിലർ പറഞ്ഞതായി കാണാം. അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ആ തോട്ടത്തിൽ നിന്ന് എഴുന്നേറ്റ് മക്കയിലേക്കുള്ള യാത്ര, തിരിച്ചുള്ള യാത്ര ആരംഭിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ദുഃഖിതനായി വിങ്ങുന്ന ഹൃദയവുമായാണ് മക്കയിലേക്ക് യാത്ര പോകുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ അവർ നിവേദനം ചെയ്ത ഹദീസിൽ കാണാം, അവർ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, ഹൽ അതാ അലൈക യൗമുൻ കാന അശദ്ദ മിൻ യൗമി ഉഹുദ്, ഉഹുദിൻ്റെ ദിവസത്തിൽ ബാധിച്ചതിനേക്കാൾ കഠിനമായ പ്രയാസം അങ്ങയെ ബാധിച്ച ഏതെങ്കിലും ഒരു ദിവസമുണ്ടോ നബിയെ? ഉഹുദിൻ്റെ ദിവസത്തിൽ എന്താണ് സംഭവിച്ചത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിമാരിൽ 70 ആളുകൾ മരണപ്പെട്ടു. ഹംസയും മുസ്അബ് ഇബ്നു ഉമൈറും അതുപോലെ തന്നെ ജാബിർ റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവ് അബ്ദുള്ളയും അനേകം സ്വഹാബിമാർ അന്ന് മരണപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശാരീരികമായ ഉപദ്രവങ്ങളെ ഏറ്റു. ധാരാളം സ്വഹാബികൾക്ക് പരിക്കേറ്റു, ചിലർ പിന്തിരിഞ്ഞോടി. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പ്രതിസന്ധി ബാധിച്ച ഘട്ടമായിരുന്നു ഉഹദ് യുദ്ധം. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുക, നബിയെ അന്ന് ബാധിച്ച ആ പ്രയാസത്തെക്കാൾ വലിയ പ്രയാസം ഏതെങ്കിലും ഒരു ദിവസം അങ്ങേക്ക് ബാധിച്ചിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഖദ് ലഖീതു മിൻ ഖൗമിക മാ ലഖീത്, എൻ്റെ ജനങ്ങളിൽ നിന്ന്, അതായത് മക്കക്കാരിൽ നിന്ന് അനേകം പരീക്ഷണങ്ങൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അവിടെ തായിഫുകാരെ അല്ല അവിടുന്ന് ഉദ്ദേശിക്കുന്നത്, നിൻ്റെ ജനത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മക്കക്കാരാണ്. കാരണം ആയിഷ റളിയല്ലാഹു അൻഹ മക്കക്കാരിൽപ്പെട്ടവരാണ്. മക്കക്കാരെ കൊണ്ട് കടുത്ത പ്രയാസം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. വകാന അശദ്ദ മാ ലഖീതു മിൻഹും യൗമൽ അഖബ, അതിലേറ്റവും കടുത്ത പ്രയാസം എനിക്ക് നേരിടേണ്ടി വന്നത് അഖബ ദിവസത്തിലാണ്. ഇദ് അറൽതു നഫ്സി അല ഇബ്നി അബ്ദി ലൈലിൻ ഫലം യുജിബ്നി ഇലാ മാ അറദ്ത്, അന്നാണ് ഞാൻ ഇബ്നു അബ്ദി ലൈലിൻ്റെ അരികിൽ ചെന്നത്. പക്ഷേ തായിഫിൽ പോയത് ആ സംഭവമാണ് അവിടുന്ന് പറയുന്നത്. തായിഫിൽ പോയി ഇബ്നു അബ്ദി ലൈലിനോട് ഞാൻ ഇസ്ലാമിക പ്രബോധനത്തിന് സഹായം നൽകാൻ ആവശ്യപ്പെട്ടു. ഫലം യുജിബ്നി ഇലാ മാ അറദ്ത്, പക്ഷേ അയാളത് സ്വീകരിക്കാൻ തയ്യാറായില്ല. ഫൻതലഖ്തു വഅന മഹ്മൂമുൻ അലാ വജ്ഹി, അങ്ങനെ ഞാൻ തിരിച്ചുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ദുഃഖിതനായിക്കൊണ്ട് മുന്നിലേക്ക് ഇങ്ങനെ എവിടേക്കെന്നറിയാതെ ഞാൻ നടന്നു. ഫലം അസ്തഫിഖ് ഇല്ലാ വഅന ബിഖർനി സആലിബ്, ആ നടത്തത്തിൽ ഞാൻ എവിടെയാണ് എത്തിയത് എന്ന കാര്യം ഞാൻ നോക്കുന്നത് എവിടെ എത്തിയപ്പോഴാണ്? ഖർനു സആലിബ് എന്ന സ്ഥലത്തെത്തിയപ്പോഴാണ്. നജ്ദുകാരുടെ മീഖാത്തായ സ്ഥലമാണ് ഖർനു സആലിബ്, ഖർനുൽ മനാസിൽ എന്നും അതിന് പറയാറുണ്ട്. അവിടെ എത്തിയപ്പോഴാണ് ഞാൻ, നമ്മൾ പറയില്ലേ, വിഷമത്തിൽ അങ്ങനെ നടന്നു. അവസാനം എവിടെയാണ് എത്തിയത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിന്തിക്കുന്നത് ഖർനു സആലിബിലെത്തിയപ്പോഴാണ്. അങ്ങനെ അവിടുന്ന് കുറേ മുന്നോട്ട് നടന്നു. ഫറഫഅ്തു റഅസി ഫഇദാ അന ബിസഹാബത്തിൻ ഖദ് അളല്ലത്നി, ഞാൻ തല ഉയർത്തി നോക്കിയപ്പോൾ അതാ ഒരു മേഘം എനിക്കിങ്ങനെ തണൽ വിരിച്ചിരിക്കുന്നു. ഫനദർതു ഫഇദാ ഫീഹാ ജിബ്രീൽ, ഞാൻ നോക്കിയപ്പോൾ ആ മേഘങ്ങൾക്കുള്ളിൽ ജിബ്രീലുണ്ട് അലൈഹി സ്വലാത്തു വസ്സലാം. ഫനാദാനി ഫഖാൽ, ജിബ്രീൽ എന്നെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഇന്നല്ലാഹ ഖദ് സമിഅ ഖൗല ഖൗമിക ലക് മുഹമ്മദ്, താങ്കളുടെ ജനത താങ്കൾക്ക് നൽകിയ മറുപടി അള്ളാഹു കേട്ടിരിക്കുന്നു. വഖദ് ബഅസ അല്ലാഹു ഇലൈക മലക്കൽ ജിബാൽ ലിതഅമുറഹു ബിമാ ശിഅത ഫീഹിം,
അള്ളാഹു ഇതാ പർവ്വതങ്ങളുടെ മലക്കിനെ താങ്കളുടെ അരികിലേക്ക് അയച്ചിരിക്കുന്നു, ഉദ്ദേശിക്കുന്നത് കൽപ്പിച്ചോളൂ, താങ്കളുടെ തീരുമാനം എന്താണ് അത് പറഞ്ഞോളൂ, അദ്ദേഹം അത് നടപ്പിലാക്കി തരും. പർവ്വതങ്ങളുടെ മലക്കിനെ കൊണ്ടുവന്നിരിക്കുന്നു. ഫനാദാനി മലക്കുൽ ജിബാലി ഫസല്ലമ അലൈ. മലക്കുൽ ജിബാൽ, പർവ്വതങ്ങളുടെ മലക്ക് എന്നെ വിളിച്ചു, എനിക്ക് സലാം പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, യാ മുഹമ്മദ് ദാലിക ഫീമാ ശിഅത്. മുഹമ്മദ്, താങ്കൾ ഉദ്ദേശിക്കുന്നത് എന്താണോ അത് നടപ്പിലാക്കും. ഇൻ ശിഅത അൻ ഉത്ബിഖ അലൈഹിമുൽ അഖ്ശബൈൻ. മക്കക്കാർ അവരെ വലയം ചെയ്തു നിൽക്കുന്ന 2 മലകൾ, അതാണ് അഖ്ശബൈൻ. ഈ 2 മലകൾ മക്കക്കാരുടെ മുകളിലേക്ക് പതിക്കണമോ പറഞ്ഞാൽ മതി, ഞാനത് അവരുടെ മുകളിൽ കൊണ്ടുപോയി ഇടുന്നതാണ്. നോക്കൂ അള്ളാഹുവിൻ്റെ മലക്കുകളുടെ ശക്തി നോക്കൂ. മലക്കുൽ ജിബാൽ 2 പർവ്വതങ്ങളെ ഉയർത്തി അത് ആ നാട്ടുകാർക്ക് മുകളിൽ പതിപ്പിക്കാൻ അദ്ദേഹത്തിന് ശേഷിയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മലക്കുൽ ജിബാൽ, പർവ്വതങ്ങളുടെ മലക്ക് പറയാണ്, ഇതാ ഉദ്ദേശിക്കുന്നെങ്കിൽ ഈ 2 പർവ്വതങ്ങൾ, അഖ്ശബൈൻ എന്ന ആ മലകൾക്ക് പേര് നൽകപ്പെട്ടത് വളരെ പരിശുദ്ധയുള്ള പാറകളും കല്ലുകളും നിറഞ്ഞു നിൽക്കുന്ന മലയായിരുന്നു അത്. ആ മലകൾ ഇതാ ഇവരുടെ മുകളിലേക്കുണ്ട്, മക്കക്കാരുടെ മുകളിലേക്ക്. മക്കക്കാരെ കുറിച്ചാണ് ഈ പറയുന്നത്, തായിഫുകാരെ കുറിച്ചല്ല. ഈ ഹദീസ് വായിക്കുന്ന ചില ആളുകൾ ഇത് തായിഫുകാരെ കുറിച്ചാണെന്ന് തെറ്റിദ്ധരിക്കാറുണ്ട്. അല്ല, തായിഫുകാരെ കുറിച്ചല്ല, മക്കക്കാരെ കുറിച്ചാണ് ഈ പറയുന്നത്. കാരണം മക്കക്കാരുടെ പരീക്ഷണങ്ങൾ, പീഡനങ്ങൾ കാരണമാണ് അവിടത്തേക്ക് തായിഫിലേക്ക് പോകേണ്ടി വന്നത്. അവിടെ മക്കക്കാരെ കുറിച്ചാണ് ഈ പറയുന്നത്. ഇത് മക്കയിലുള്ള 2 പർവ്വതങ്ങളാണ്. ഇത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബൽ അർജു അൻ യുഖ്രിജല്ലാഹു മിൻ അസ്ലാബിഹിം മൻ യഅ്ബുദുല്ലാഹ വഹ്ദഹു ലാ യുശ്രികു ബിഹി ശൈഅൻ. ഞാനതല്ല ഉദ്ദേശിക്കുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ജനങ്ങളുടെ മുതുകുകളിൽ നിന്ന്, അതായത് അവരുടെ പുത്രപരമ്പരകളിൽ നിന്ന്, അവരുടെ പിൽക്കാലക്കാരിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ മാത്രം ആരാധിക്കുന്ന ഒരു ജനതയെ കൊണ്ടുവരും എന്നതാണ് എൻ്റെ പ്രതീക്ഷ. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാരുണ്യം എത്ര വലുതാണെന്ന് നോക്ക് നിങ്ങൾ. അവിടത്തേക്ക് മക്കയിൽ ഇതുവരെ നേരിട്ട പരീക്ഷണങ്ങളുടെ എണ്ണം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, എത്രയധികമുണ്ടത്. അവിടുന്ന് വ്യക്തിപരമായി നേരിട്ടത്, അവിടുത്തെ അനുചരന്മാർ നേരിട്ടത്, അവിടുന്ന് നേരിട്ട ബഹിഷ്കരണം ഷഅബ് അബി താലിബിൽ, അവിടത്തേക്ക് അവർ നൽകിയിരുന്ന സ്ഥാനം എന്തായിരുന്നു, പിന്നീട് അവിടുന്ന് നബിയാണെന്ന് പറഞ്ഞപ്പോൾ അവർ അവിടുത്തോട് കാണിച്ചതെന്താണ്. ഇങ്ങനെ മക്കക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കാണിച്ച സമീപനം വായിക്കുന്നവർക്കെല്ലാം ബോധ്യമാണ്. പരിഹസിച്ചുകൊണ്ട് കവിതകൾ, പരിഹസിച്ചുകൊണ്ട് വാക്കുകൾ, കളിയാക്കലുകൾ, ഒറ്റപ്പെടുത്തലുകൾ, ഉപദ്രവങ്ങൾ, ബഹിഷ്കരണങ്ങൾ, എന്തെല്ലാം ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് തായിഫിലേക്ക് പോയി അവിടെ നിന്ന് വളരെ പ്രയാസം നേരിട്ട് തിരിച്ചു വരുന്നു. ആ സന്ദർഭത്തിലാണ് ചോദിക്കുന്നത്. അയാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിഷമം അടുത്ത് നിൽക്കുന്ന സമയമാണത്. അപ്പോഴാണ് ചോദിക്കുന്നത്, നബിയെ ഇതാ ഈ 2 പർവ്വതങ്ങൾ ഇവൻ്റെ മുകളിൽ പതിപ്പിക്കണോ പറഞ്ഞാൽ മതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവരിൽ നിന്ന് അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്ന ഒരു ജനത വരുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതീക്ഷ അള്ളാഹു പൂർത്തീകരിച്ചു കൊടുത്തു. ഏറ്റവും വലിയ ശത്രു ആരായിരുന്നു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അബൂജഹലാണ്. അബൂജഹലിൻ്റെ മകനാരാണ്? ഇക്രിമത്ത് ഇബ്നു അബീ ജഹ്ലാൻ. ഇക്രിമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരനായ സഹാബിയാണ്. നോക്കൂ, അബൂജഹലിൻ്റെ മകൻ മുസ്ലിമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് പറയാൻ വേണ്ടി മരണക്കിടക്ക് കരികിൽ വന്ന് അബൂ താലിബിനോട് എത്ര തവണ പറഞ്ഞു. അത് സ്വീകരിച്ചില്ല. ശരി, അബൂ താലിബിൻ്റെ മക്കളാരാണ്? ജഅഫർ ഇബ്നു അബീ താലിബ് സഹാബിയാണ്. മറ്റൊരു മകനാരാണ്? അലി ഇബ്നു അബീ താലിബ്. ആരാണ് അലി ഇബ്നു അബീ താലിബ്? 4ാമത്തെ ഖലീഫയാണ്. അബൂ താലിബിൻ്റെ മകനാണ്, ഇസ്ലാമിലെ 4ാമത്തെ ഖലീഫ. ആരാണ് അബൂ താലിബിൻ്റെ മക്കൾ? ഹസനും ഹുസൈനുമാണ് റളിയല്ലാഹു അൻഹും അജ്മഈൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പ്രയാസപ്പെടുത്തിയ നേതാക്കന്മാരിൽപ്പെട്ടയാളാണ്. ഖുറൈശികളുടെ നേതാവായിരുന്നു മുഗീറയുടെ മകൻ വലീദ് ഇബ്നു മുഗീറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും വലിയ ശത്രുവായി നിലകൊണ്ടയാളാണ് വലീദ് ഇബ്നു മുഗീറ. ഖുർആനിൽ പലയിടത്തും വലീദിനെ കുറിച്ച് പരാമർശമുണ്ട്. ആരാണ് വലീദിൻ്റെ മകൻ? വലീദിൻ്റെ മകൻ സൈഫുല്ലാഹ്.
അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീൻ പ്രചരിപ്പിക്കുന്നതിൽ മുൻപന്തിയിൽ നിന്ന് അനേകം യുദ്ധങ്ങളിൽ ഇസ്ലാമിൻ്റെ സേനാനായകനായ ഖാലിദ് ഇബ്നുൽ വലീദാണ്. ഖാലിദ് ഇബ്നുൽ വലീദിൻ്റെ പിതാവരൻ വലീദ് ഇബ്നു മുഗീറയാണ്. ഇസ്ലാമിൻ്റെ കൊടിയ ശത്രു. ഇതിൻ്റെ മകനാരാണ്? ഇസ്ലാമിൻ്റെ മുന്നണി പോരാളിയാണ്. ഇങ്ങനെ ഓരോരുത്തരെയായി നിങ്ങൾ എടുത്തു നോക്കൂ. ആസ് ഇബ്നു വാഇൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കഠിനമായി ഉപദ്രവിച്ച ആളുകളിൽ ഒരാളാണ്. മകനാരാൻ? അംർ ഇബ്നുൽ ആസാൻ. ആസ് ഇബ്നു വാഇലിൻ്റെ മകൻ സഹാബിയാണ്. അംർ ഇബ്നുൽ ആസിൻ്റെ മകനാരാൻ? അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസാൻ. അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസ് സഹാബികളിൽ ഹദീസുകൾ അധികരിപ്പിച്ച വ്യക്തിയാണ്. നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിലൂടെ ഇസ്ലാം സ്വീകരിക്കുന്ന മക്കളെ അള്ളാഹു പുറത്തു കൊണ്ടുവന്നു. അപ്പോൾ അതിൽ നമുക്ക് വലിയ പാഠമുണ്ട്. പരീക്ഷണങ്ങളും പ്രയാസങ്ങളും ഒക്കെ നേരിടുമ്പോൾ പരിപൂർണമായി നിരാശപ്പെടരുത്. മാത്രമല്ല, ഇസ്ലാമിക പ്രബോധനം നിർവഹിക്കുന്ന ഒരാളും തന്നെ അവൻ കണ്ണടക്കുന്നതിന് മുൻപ് ഇതിനെല്ലാം ഫലമുണ്ടാകണമെന്ന് വാശി പിടിക്കേണ്ട കാര്യമില്ല. ചിലപ്പോൾ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ, അതിൻ്റെ ഫലങ്ങൾ പൂർണ്ണമായി പുറത്തേക്കെത്തുക നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ടായിരിക്കും, ചിലപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ പണിയെടുക്കാനുള്ള പണിയെടുക്കുക, ബാക്കി അള്ളാഹുവിനെ ഏൽപ്പിക്കുക. നിങ്ങളുടെ പ്രതിഫലം അവിടെ ഉറച്ചു കഴിഞ്ഞിരിക്കും. നിങ്ങൾക്ക് ഇഖ്ലാസ് ഉണ്ട്, അള്ളാഹ് പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്തെങ്കിൽ നിങ്ങളുടെ പ്രതിഫലം അവിടെ ഉണ്ട്, പേടിക്കേണ്ടതില്ല. ആൾ സ്വീകരിച്ചു, ഇതൊന്നും നിന്നെ ബാധിക്കേണ്ട പ്രശ്നമേ അല്ല. അത് ജനങ്ങൾ തള്ളിക്കളഞ്ഞു, ജനങ്ങൾ സ്വീകരിച്ചില്ല, അപ്പോൾ അത് പരാജയമാണെന്ന് പറയേണ്ടതില്ല. നിന്നോട് അള്ളാഹു ഇത് എത്തിച്ചു കൊടുക്കാനേ പറഞ്ഞിട്ടുള്ളൂ. എത്തിച്ചു കൊടുക്കുക നല്ലതുപോലെ, ബാക്കി അള്ളാഹുവിൻ്റെ കയ്യിലാണ്. ബാക്കി അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കയ്യിലാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയുടെ അതിരുകളിലെത്തി. മക്കയിലേക്ക് പ്രവേശിക്കണം. അവിടുന്ന് പുറത്താക്കിയതാണ്. അപ്പോൾ എങ്ങനെ അവിടേക്ക് പുറത്താക്കിയ അവസ്ഥയിൽ എങ്ങനെ അവിടത്തേക്ക് തിരിച്ചു കയറും? സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് കൈഫ തദ്ഖുലു അലൈഹിം വഖദ് അഖ്റജൂക? നബിയെ, എങ്ങനെ മക്കയിലേക്ക് തിരിച്ചു പോകും? അവർ താങ്കളെ പുറത്താക്കിയതല്ലേ, എങ്ങനെ ഇനി അങ്ങോട്ട് തിരിച്ചു പോകും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ സെയ്ദു ഇന്നല്ലാഹ ജാഇലുൻ ലിമാ തറ ഫറജൻ വ മഖ്റജൻ. സെയ്ദ്, നിരാശപ്പെടേണ്ടതില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാണുന്ന പ്രയാസത്തിന് ഒരു തുറവി നൽകും. അല്ലാഹു ഒരു വഴി ഉണ്ടാക്കും. നോക്കൂ, അടുത്ത തവക്കുൽ നോക്കൂ നിങ്ങൾ. വ ഇന്നല്ലാഹ നാസിറു ദീനിഹി വ മുദ്ഹിറു നബിയ്യിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനിനെ സഹായിക്കുന്നതാണ്, അവൻ്റെ നബിയെ സഹായിക്കുന്നതാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദൂതനെ പറഞ്ഞയച്ചു. ആദ്യം പറഞ്ഞയച്ചത് അൽ അഖ്നസ് ഇബ്നു ഷുറൈഖിൻ്റെ അരികിലേക്കാണ്, അല്ലെങ്കിൽ അൽ അഖ്നസ് ഇബ്നു ഷരീഖ്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ദൂതൻ വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സംരക്ഷണം ആവശ്യമുണ്ട് എന്ന് ആവശ്യപ്പെട്ടു. അഖ്നസ് സംരക്ഷണം നൽകാൻ തയ്യാറായില്ല. എനിക്കറിയാം, മക്കയിൽ ഒരാൾ ഗോത്രപ്രമുഖനോ നാട്ടിലെ നേതാവോ ഒക്കെ ആയ ഒരാൾ മറ്റൊരാൾക്ക് അഭയം നൽകിയാൽ പിന്നെ ആ അഭയം നൽകിയ മനുഷ്യൻ അദ്ദേഹത്തോടുള്ള ആദരവിൽപ്പെട്ടതാണ്, അദ്ദേഹത്തോടുള്ള കരാറിൽപ്പെട്ടതാണ്. അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ആളെ ഉപദ്രവിക്കാൻ പാടില്ല. ഹെൽഫിൻ്റെ സമ്പ്രദായം, അതായത് ഒരു നാട്ടിൽ ഇപ്പോൾ ഒരു അപരിചിതനായ പുറത്തുനിന്നൊരാൾ വന്നു. അപ്പോൾ അയാൾ മക്കയിലുള്ള ഒരു പ്രമുഖനായ ഒരാളുടെ അഭയം തേടിയാൽ പിന്നെ ആ നാട്ടിൽ അദ്ദേഹം നടക്കുമ്പോൾ അദ്ദേഹത്തെ ഉപദ്രവിക്കാൻ പാടില്ല. അദ്ദേഹത്തെ ഉപദ്രവിച്ചാൽ ആരാണോ ആ മനുഷ്യന് അഭയം നൽകിയത് ആ വ്യക്തിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചതുപോലെയാണ്. പിന്നെ അതിൻ്റെ പേരിൽ ഗോത്രങ്ങൾ തമ്മിൽ യുദ്ധങ്ങളും പ്രതികാരങ്ങളും മറ്റൊക്കെ ഉണ്ടായിരിക്കും. അവർക്ക് അഭിമാനം വലിയ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് പ്രവേശിക്കാൻ ഈ രൂപത്തിൽ അഖ്നസ് ഇബ്നു ഷുറൈഖിൻ്റെ അരികിലേക്ക് ആളെ പറഞ്ഞയച്ചു. അപ്പോൾ അഖ്നസ് ഇതിന് തയ്യാറായില്ല. രണ്ടാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുഹൈൽ ഇബ്നു അംറിൻ്റെ അരികിലേക്ക് ആളെ പറഞ്ഞയച്ചു. സുഹൈലും തയ്യാറായില്ല. മൂന്നാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്ഇം ഇബ്നു അദിയിൻ്റെ അരികിലേക്ക് ആളെ പറഞ്ഞയച്ചു.
മുത്ഇം അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആവശ്യം അംഗീകരിച്ചു. മുത്ഇം അദ്ദേഹം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ രാത്രിയിൽ തൻ്റെ വീട്ടിൽ താമസിപ്പിച്ചു. മുത്ഇമിൻ്റെ വീട്ടിലാണ് അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താമസിച്ചത്. രാവിലെ ആയപ്പോൾ മുത്ഇം തൻ്റെ മക്കളെയും കൂട്ടി ആയുധങ്ങളെല്ലാം എടുത്ത് കഅബയുടെ അരികിലേക്ക് പുറപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒപ്പം കൊണ്ടുപോയി. അള്ളാഹുവിൻ്റെ റസൂലിനോട് മുത്ഇം പറഞ്ഞു, തൊഫ് എന്ന് പറഞ്ഞു, തവാഫ് ചെയ്തു തുടങ്ങാൻ പറഞ്ഞു. മുത്ഇം തൻ്റെ മക്കളെ കഅബയുടെ വശങ്ങളിൽ നിർത്തി. അവർക്ക് ആയുധം പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. അബൂ സുഫിയാൻ അങ്ങോട്ട് കയറി വന്നു. അബൂ സുഫിയാൻ ഇത് കണ്ടപ്പോൾ അത്ഭുതമായി. ഇന്നലെ വരെ മുസ്ലിം ആകാത്ത ആൾ ചിലപ്പോൾ മുഹമ്മദിനോട് സംസാരിച്ചാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിം ആകാറുണ്ട്. ഇനിയിപ്പോൾ മുത്ഇം എങ്ങാനും മുസ്ലിമായോ? അബൂ സുഫിയാൻ അദ്ദേഹം ചോദിച്ചു, അമുജീറുൻ അം താബിഉൻ? മുത്ഇം മുഹമ്മദിനെ അനുസരിച്ചോ അതല്ലെങ്കിൽ മുഹമ്മദിൻ്റെ പിൻഗാമിയായോ അല്ലെങ്കിൽ അനുയായിയായോ? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായിയായോ താങ്കൾ? അതല്ല, അമുജീറുൻ അം താബിഉൻ? മുസ്ലിമായതാണോ അതല്ല സംരക്ഷണത്തിന് വേണ്ടി മാത്രം നിൽക്കുകയാണോ? മുത്ഇം പറഞ്ഞു, ബൽ മുജീർ, മുസ്ലിമായിട്ടില്ല, ഞാൻ സംരക്ഷണത്തിന് വേണ്ടി മാത്രമായി നിൽക്കുകയാണ്. അപ്പോൾ അബൂ സുഫിയാൻ പറഞ്ഞു, ഇദൻ ലാ നഖ്ഫിറു ദിമ്മതക്, എങ്കിൽ താങ്കളുടെ ഈ അഭയം, ഈ കരാർ ഞങ്ങൾ ലംഘിക്കുന്നതല്ല, ഞങ്ങൾ പാലിക്കുന്നതാണ്. ഖദ് അജർന മൻ അജർത, മുത്ഇം താങ്കൾ അഭയം നൽകിയവർക്ക് ഞങ്ങളും അഭയം നൽകിയിട്ടുണ്ട്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് തവാഫ് പൂർത്തീകരിച്ചു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് തിരിച്ചുപോയി. അബൂ സുഫിയാൻ തിരിച്ചുപോയി, മുത്ഇം തിരിച്ചുപോയി. ഇങ്ങനെയാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തായിഫിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ അവിടുന്ന് മക്കയിലേക്ക് പ്രവേശിച്ചത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് മദീനയിലെത്തിയപ്പോൾ ബദ്ർ യുദ്ധം നടന്നു. ബദറിൽ 70ഓളം മുശ്രിക്കുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബന്ദിയാക്കി, തടവിലാക്കി. ഈ 70 ആളുകളിൽ ഈ 70 ആളുകൾ അവരെ മോചിപ്പിക്കണമെന്ന ആവശ്യവുമായി മുത്ഇം ഇബ്നു അദിയിൻ്റെ മകൻ ജുബൈർ ഇബ്നു മുത്ഇം അദ്ദേഹം മദീനയിലേക്ക് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അഭയം നൽകിയത് ആരാ? പേരുകൾ ചിലപ്പോൾ നമുക്ക് മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ആരാണ് അള്ളാഹുവിൻ്റെ റസൂലിന് അഭയം നൽകിയത്? മുത്ഇം ഇബ്നു അദിയാണ്. മുത്ഇം ഇബ്നു അദിയിൻ്റെ മകൻ ജുബൈർ ഇബ്നു മുത്ഇം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നിരിക്കുന്നു മദീനയിൽ വർഷങ്ങൾക്ക് ശേഷം. എന്താണ് ആവശ്യം? ബദറിൽ മുസ്ലിമീങ്ങൾ തടവുകാരായി പിടിച്ച 70 ആളുകളെ വിട്ടയക്കണം എന്നതാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജുബൈറിനോട് പറഞ്ഞു, ലൗ കാനൽ മുത്ഇമു ഹയ്യൻ ثم كلمني في هؤلاء النتنا لتركتهم له. മുത്ഇം ഇബ്നു അദി എന്നെങ്ങാനും ജീവിച്ചിരുന്നെങ്കിൽ ഈ ആളുകളുടെ കാര്യത്തിൽ, നെത്ന എന്ന് പറഞ്ഞാൽ മാലിന്യത്തിനാണ് നെത്ന എന്ന് പറയാം. ഈ മാലിന്യങ്ങളുടെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ അവിടുന്ന് ബദറിൽ പിടികൂടിയ തടവുകാരെയാണ് അവിടുന്ന് ഉദ്ദേശിച്ചത്. ഇത്ര വലിയ ഉപദ്രവമാണ് അവർ ബദർ യുദ്ധത്തിലൂടെ ചെയ്തത്. അവരുടെ കാര്യത്തിൽ മുത്ഇം ഇബ്നു അദി എന്നോട് പറഞ്ഞിരുന്നു എങ്കിൽ, അദ്ദേഹം എന്നോട് ശുപാർശ പറഞ്ഞിരുന്നു എങ്കിൽ, അദ്ദേഹം മുത്ഇം ഇബ്നു അദി എന്ന് മരിച്ചുപോയിട്ടുണ്ട്. കാഫിറായിട്ടാണ് മരിച്ചത്, മുസ്ലിമായിട്ടില്ല. അപ്പോൾ മുത്ഇം ഇബ്നു അദി എങ്ങാനും ജീവിച്ചിരുന്നെങ്കിൽ, മരിച്ചിട്ടില്ലായിരുന്നെങ്കിൽ, അദ്ദേഹം ഇവരുടെ കാര്യം എന്നോട് പറഞ്ഞിരുന്നു എങ്കിൽ ലതറക്തുഹും ലഹു, മുത്ഇമിനു വേണ്ടി ഞാൻ ഇവരെ എല്ലാം വെറുതെ വിടുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വർഷങ്ങൾക്ക് ശേഷം മുത്ഇം അദ്ദേഹം ചെയ്ത നന്മ മറന്നില്ല എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ സംഭവം ഓർമ്മപ്പെടുത്തിയത്. മുത്ഇം ഇബ്നു അദി അദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിച്ച 2 പ്രധാനപ്പെട്ട ഘട്ടങ്ങളുണ്ട്. ഒന്ന് ഈ ഘട്ടമാണ്, തായിഫിൽ നിന്ന് തിരിച്ചു വരുന്ന സമയം. രണ്ടാമത്തേത് മുൻപ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ശഅബ് അബി താലിബിൽ താഴ്വാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മുശ്രിക്കീങ്ങൾ ബഹിഷ്കരിച്ചു. അതൊരു കരാറായി മക്കയിൽ അവർ കഅബയുടെ മുകളിൽ എഴുതി തൂക്കി. ആ കരാർ എടുത്ത് പിച്ചി ചീന്തി കളയുന്നതിൽ
അത് അസാധുവാക്കുന്നതിൽ മുൻപന്തിയിൽ നിന്നയാൾ മുത്ഇം ഇബ്നു അദിയാണ്. അങ്ങനെ 2 സന്ദർഭങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുത്ഇം അദ്ദേഹം സഹായം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ത്വായിഫിലേക്ക് അവിടുന്ന് പോയതിൻ്റെയും തിരിച്ചു മക്കയിലേക്ക് വന്നെത്തിയതിൻ്റെയും ഒരു വിവരണം. ഇൻഷാ അല്ലാഹ് അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ പിന്നീടുള്ള ദർസുകളിൽ വിവരിക്കുന്നതാണ്. ഈ ദർസ് കേൾക്കുന്ന ആളുകൾ എനിക്ക് പറയാനുള്ളത്, ഇതിൻ്റെ മുൻപുള്ള ഭാഗം യൂട്യൂബിലും മറ്റൊക്കെ കേൾക്കുന്ന ആളുകളാണെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ പ്ലേലിസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളതിൻ്റെ ആദ്യ ഭാഗങ്ങൾ കേൾക്കാൻ സാധിക്കുമെങ്കിൽ കേൾക്കണം. കാരണം അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രം നമ്മൾ പഠിക്കണം, നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയും വേണം. മനസ്സിലായില്ലേ? മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഇന്ന് പലർക്കും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രം അറിയുക തന്നെയില്ല. മാത്രമല്ല പൊതുവേ ഇൻഷാ അല്ലാഹ് ഇത്തരം ദർസുകൾ കുറച്ചൊരു പ്രായമുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് കേൾപ്പിച്ചു കൊടുത്താൽ അവർക്ക് മനസ്സിലാകും. ഇൻഷാ അല്ലാഹ് കുട്ടികളാണെങ്കിൽ പോലും അവർക്ക് മനസ്സിലാകും ഇൻഷാ അല്ലാഹ്. ഏറെക്കുറെ ഭാഗങ്ങളൊക്കെ ചെറിയ കുട്ടികളാണെങ്കിലും ഇൻഷാ അല്ലാഹ് കഥകളൊക്കെ മനസ്സിലാക്കാൻ സഹായിക്കും. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന ചരിത്രങ്ങൾ കേൾക്കാനും പഠിക്കാനും ഒക്കെ ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ ദീന് പഠിക്കാനും മനസ്സിലാക്കാനും എല്ലാം നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ അഇന്നാ അലാ ദിക്രിക വ ശുക്രിക വ ഹുസ്നി ഇബാദതിക്. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه وسلم.